1000 ആളെ പ്രതീക്ഷിച്ചൊരു പരിപാടിക്ക് 20,000 ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അത് ആദ്യം ആരെ കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. സാറ് വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ചിലപ്പം സാറ് വരുമായിരുന്നല്ലോ, ഞാൻ അവിടെ മത്സരിക്കാൻ, ഞാൻ ആ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ എന്റെ കൺവെൻഷൻ നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും ആളവിടെ വന്നത് പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചിരിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയും ചിലപ്പം കെട്ടിപ്പിടിക്കുകയൊന്നുമില്ല, ഒരു ചിരിയേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അല്ലെങ്കിൽ പുറത്ത് ചീത്ത പറയുന്നത് അങ്ങനെ ഏറ്റവും വലിയ ചീത്തത്താനൊക്കെ എന്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് ഭയങ്കര ചീത്തയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം അങ്ങനത്തെ ഒരു സംഭവം, ഇതുപോലെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ്, ഇതുപോലെ ജനക്കൂട്ട്. ഇപ്പം പുലർച്ചെ 4:30 മണിക്കൊക്കെ പിന്നെ പര്യടനത്തിന് അവിടെ ആളുകൾ കാത്തുകയായിരുന്നു. കാറിൽ നിന്ന് വിളിച്ച് പറയാനുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ലല്ലോ. 1,00,000-ലധികം വോട്ടിന് വടകരയിൽ നിന്ന് ജയിച്ച് വന്നിട്ട് അങ്ങനെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന കുട്ടികൾ പോലും പൊളിറ്റിക്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ പോലും ഞാൻ വിശ്വസിക്കുന്നു അവർ, കാരണം ഇന്നത്തെ കാലം ആ കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ പലതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത്തരം അറിവുകളിലൂടെ ഒരുപക്ഷെ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരായിട്ടായിരിക്കും അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന ആളുകൾ പോലും പൊതുപ്രവർത്തന രംഗത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.